സിപിഎമ്മിന്റെ ആസ്ഥാന മന്ദിരമായ ഡൽഹിയിലെ AKG ഭവനിൽ ഡൽഹി പോലീസ് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ SFIയുടെ ഡൽഹി ജില്ലാ സെക്രട്ടറിയായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനായി ഡൽഹി പോലീസ് AKG സെന്ററിലേക്ക് എത്തിയത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ്. അതേസമയം അനുവാദം വാങ്ങാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിനുള്ളിൽ പോലീസുകാർക്ക് പ്രവേശിക്കാനാകില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് MP പറയുന്നത്. നിർണായകമായ ഒരു നീക്കം ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. AKG ഭവനിലേക്ക് പോലീസ് ഇരച്ചു കയറുന്ന ഒരു രംഗമാണ് ഡൽഹിയിൽ ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബി അടക്കമുള്ളവർ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഉണ്ടായിരുന്നത്. അതായത് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. നെയിം പ്ലേറ്റ് ഇല്ലാതെ ഒരു പോലീസ് വനിത മഫ്തിയിലാണ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ വരണമെന്ന ഒരു നിയമം തന്നെ ഒന്നുമില്ല. മഫ്തി വേഷത്തിൽ വന്നാലും ഒരു പ്രതിയെ കസ്റ്റഡി എടുക്കാം. അത് ആ സാഹചര്യം അനുസരിച്ചുകൊണ്ട് പോലീസിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. യൂണിഫോം ഇല്ലാതെ വന്നതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മഴ കാരണം യൂണിഫോം ധരിച്ചില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തന്നോട് പറഞ്ഞത് എന്നാണ് ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളോട് പറയുന്നത്. CPM നേതാക്കൾ ചോദ്യം ചെയ്തതോടെ വനിതാ പോലീസുകാർ മടങ്ങി. 2021 കേസിലാണ് അറസ്റ്റ് നീക്കമെന്നാണ് SFI നേതാക്കൾ പറയുന്നത്. ബംഗ്ലാ ഭവന് മുന്നിലാണ് അന്ന് ഒരു പ്രതിഷേധം നടന്നത്. അന്ന് JNUവിലടക്കം വലിയ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടായപ്പോൾ, സംഘർഷം ഉണ്ടായപ്പോൾ അതിന് മുൻപന്തിയിൽ ഐഷ ഘോഷി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്കും ഡൽഹിയിലടക്കം വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലേക്കും, അതായത് ഡൽഹിയിൽ എന്തൊക്കെ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ടോ, ഇപ്പോൾ കർഷക സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നാലും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതായിരുന്നാലും അഗ്നിപഥുമായി ബന്ധപ്പെട്ടതായിരുന്നാലും എന്തൊക്കെ സംഘർഷങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ടോ അതിലെല്ലാം ഐഷ ഘോഷിന്റെ ഒരു മുഖം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് മുതൽ ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അടക്കം ഈ ഐഷ ഘോഷിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമായി മാറിയിരുന്നു. അതായത് അവരുടെയൊക്കെ കണ്ണിൽ ഒരു കരടായി ഐഷ ഘോഷ് മാറുന്നു. കാരണം വലിയ രീതിയിൽ പോലീസിനെ ആക്രമിക്കുന്നതായിരുന്നാലും ശരി, ഇതിനെ തിരിച്ച് ആക്രമിക്കണം. ഈ ഐഷ ഘോഷ് എന്ന് പറയുന്നത് SFIയിലെ ജനറൽ സെക്രട്ടറിയാണ് ഡൽഹിയിലെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ SFI അവിടെ കാണിച്ചു കൂട്ടുന്ന രീതികൾ എന്താണ്, ആക്രമണത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ രീതി എന്താണെന്ന് നമുക്കറിയാം. 30 കേസ് പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പോലീസ് പോയിട്ട് തിരിച്ച് വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് ഏതാനും നിമിഷങ്ങൾക്കകം വീണ്ടും AKG ഭവനിലേക്ക് പോലീസ് എത്തി ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സംഘർഷബാധിതമായ അല്ലെങ്കിൽ ഒരു സംഘർഷ ഏരിയ ആയിട്ട് AKG ഭവൻ മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സുപ്രീം കോടതിയിലെ CPMന്റെ തന്നെ 2 അഭിഭാഷകർ ഇപ്പോൾ AKG സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാര്യം. അവിടെ ഇപ്പോൾ ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ MA ബേബിയും ഉണ്ട്. കൂടുതൽ നേതാക്കൾ ഇപ്പോൾ AKG ഭവനിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ ഡൽഹിയിൽ 35 ദിവസമായി നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം ഉണ്ടായിരുന്നു. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൊക്കെ ഈ CJPക്ക് പിന്തുണയുമായി എത്തിയത് SFI പ്രവർത്തകരായിരുന്നു. SFIയും അതോടൊപ്പം തന്നെ ഇടത് അനുകൂലവും അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് അനുകൂലികളായിട്ടുള്ള ചില സംഘടനകളാണ് എത്തിയത്. കൂടാതെ JNU അടക്കമുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അഥവാ അഭിഷേക് ദ്വീപിന് ഒരു ഐക്യദാർഢ്യവുമായി എത്തിയത്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയം ഈ ഐഷ ഘോഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ജന്തർ മന്ദിറിൽ അടക്കം സമരത്തിനുണ്ടായിരുന്നു, പാർലമെന്റ് സംഘർഷത്തിലടക്കം ഐഷ ഘോഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് രാവിലെ 18 വയസ്സിൽ താഴെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടരുത്. അതിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല, അവരുടെ പേരിൽ ഒരു തരത്തിലുമുള്ള കേസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഉടനടി തന്നെ ജാമ്യത്തിലേക്ക് വിടണം. പക്ഷെ അവരുടെ പേരിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ മുൻകാലങ്ങളിൽ അവരുടെ പേരിൽ എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജാമ്യത്തിലേക്ക് വിടരുത്, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ തന്നെ ഇടൂ എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു. കാരണം വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു തരത്തിലുമുള്ള ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാത്ത വിദ്യാർത്ഥികളെ ഈ കേസിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്ന് ഡൽഹി പോലീസിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആദ്യമേ തന്നെ, അതായത് വാങ്ചുക് അടക്കമുള്ളവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, CJP സമരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നുഴഞ്ഞു കയറി, അതായത് ഡൽഹിയിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി വലിയ രീതിയിൽ രാജ്യവിരുദ്ധർ നുഴഞ്ഞു കയറി എന്ന് വാങ്ചുക് അടക്കം പറഞ്ഞിരുന്നു. കൂടാതെ ഡൽഹി പോലീസിന്റെ ഫേസ് റെക്കഗ്നിഷൻ ആപ്പിലടക്കം ക്രിമിനലുകൾ, അതോടൊപ്പം തന്നെ കൊലപാതകൾ, അതോടൊപ്പം തന്നെ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുന്നവർ അടക്കം ഒരു വലിയ ക്രിമിനലുകളുടെ ഒരു സംഘം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഡൽഹി പോലീസിന്റെ
ഫേസ് രജിസ്ട്രേഷൻ ആപ്പിലൂടെ ഡൽഹി പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ പാർലമെന്റിലേക്ക് നടന്ന മാർച്ച് അതൊരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിയതെല്ലാം CJPയും SFIയും അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഐഷ ഘോഷിനെ അടക്കമുള്ളവർ 2021 നടന്ന കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഇവരൊക്കെ ആക്രമണം നടത്തി എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇന്നലെയൊക്കെ CJP പറഞ്ഞത് കേന്ദ്ര സർക്കാർ നമ്മുടെ പറഞ്ഞു ഇവർക്ക് പേരിൽ കേസൊന്നും എടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞത് സമാധാനപരമായ ചർച്ച നടത്തുന്നവരുടെ പേരിൽ ഒരു കേസുകളും കേന്ദ്ര സർക്കാർ എടുക്കില്ല. പക്ഷേ ആക്രമണം നടത്തിയവർ, പൊതുമുതൽ നശിച്ചവർ, അതായത് പൊതുമുതൽ നശിപ്പിച്ചവർ, സ്വകാര്യ വാഹനങ്ങൾ അടിച്ചു തകർത്തവർ, ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയവർ, അവരുടെയൊക്കെ പേരിൽ കേസുകൾ എടുക്കുമെന്ന് നേരത്തെ തന്നെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും പറഞ്ഞൊരു കാര്യമുണ്ടായി. അതിന്റെ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കൂടാതെ 30-ാം തീയതി കേസ് പരിഗണിക്കുന്ന വേളയിലാണ് ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു തരത്തിൽ. കാരണം ആ രീതിയിലെങ്ങാനോ കോടതി ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഐഷ ഘോഷ് ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ 2 ദിവസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഐഷ ഘോഷിനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡിയിൽ വെച്ചിട്ട് 30-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.